ഞാൻ ജോബി. ഫലങ്ങളിൽ ഏറ്റവും വലുതും എന്നാൽ ഈ ചെറിയവനായ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും ചക്ക തന്നെയാണ്. ചക്ക ഒരുപാട് രോഗങ്ങൾ, വിശേഷിച്ച് ക്യാൻസർ വരെ നിർത്തുമെന്ന് ഇടക്കാല പഠനങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ടാണോയെന്നറിയില്ല, ചക്കക്കുരു വരെ ഞാൻ വിടാറില്ല, കാര്യമായിട്ട് കഴിക്കാറുണ്ട്. ചക്കയുടെ ഈ ചക്ക കൊതിയനായതുകൊണ്ടാണോ എന്തോ ഇടക്കാലത്ത് എൻ്റെ വയറും ഒരു ചക്കപ്പരുവത്തിൽ തന്നെ ആയിപ്പോയി. പക്ഷേ ഇപ്പോൾ ഞാൻ കുറച്ചിട്ടുണ്ട്. എങ്കിലും മാവിൽ നിന്ന് മാങ്ങ വരുന്നു, അപ്പോൾ പ്ലാവിൽ നിന്ന് പ്ലാങ്ങയല്ലേ ഉണ്ടാവേണ്ടത് എന്നെനിക്ക് ആദ്യം ഒരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ഇഷ്ടപ്പെട്ട് ചക്ക ചില മുതുക്കികളെയും കാണുമ്പോഴും നമ്മൾ ഇതാ ചക്ക പോലൊരുത്തി പോകുന്നുണ്ട് എന്ന് പറഞ്ഞ് കളിയാക്കാറുണ്ടായിരുന്നു. എത്ര കളിയാക്കിയാലും ചക്ക കിട്ടിയാൽ ഞാൻ വിടില്ല. അതാണ് ചക്കയുടെ ഒരു രസതന്ത്രം. ജോബിയെ ഞാൻ കുഴച്ചക്ക എന്ന് വിളിച്ചാൽ വിരോധമുണ്ടോ? ഒരു വരിക്കയാണ് എൻ്റെ അടുത്ത് നിൽക്കുന്നത്, എനിക്കെന്ന് അറിയാം. ഈ പ്ലാവില വെച്ച് എത്രയോ പ്രാവശ്യം കഞ്ഞി കുടിച്ചിരിക്കുന്നു. പ്ലാവിലെ ഒരു പ്രത്യേക തരത്തിൽ കൊട്ടിയെടുത്ത് അത് നമ്മുടെ ഈ ഒരു നീർക്കൽ കൊണ്ട് കുത്തി എടുത്ത് പരുവത്തിലാക്കി നമ്മളിങ്ങനെ കോട്ടിയെടുത്ത് എത്രയോ കഞ്ഞി കുടിച്ചിരിക്കുന്നു. മാത്രമല്ല, എൻ്റെ കുട്ടിക്കാലത്ത് ഇത് വെച്ചിട്ട് ഈ പ്ലാവില വെച്ച് ഞങ്ങൾ കള്ളനും പോലീസും കളിക്കുമായിരുന്നു. എങ്ങനെയാണ്? പോലീസിൻ്റെ തൊപ്പി ഇടി ഒരു നെറ്റിപ്പട്ടമായിട്ടൊരു ഒരു പ്ലാവില എടുത്ത് ഇങ്ങനെ നിവർത്തി വെച്ച് അതും ഇങ്ങനെ നീർക്കൽ കൊണ്ട് കോർത്തിറക്കി, അതുപോലെ തന്നെ ബെൽറ്റും ഇങ്ങനെയുള്ളൊരു ക്രോസ് ബെൽറ്റ് അന്നുണ്ടായിരുന്നല്ലോ, അല്ലാതുള്ള ബെൽറ്റ് ഉണ്ടല്ലോ. എന്തിനു പറയുന്നു, ഷൂ വരെ ഞങ്ങൾ പ്ലാവില ഇതിനകത്ത് ഉണ്ടാക്കി കള്ളനും പോലീസും കളിക്കുമായിരുന്നു. മരിച്ചിരുന്നുണ്ടായിരുന്നു അന്ന് ലാത്തിയായിട്ട് ഉപയോഗിച്ചിരുന്നത്. അക്കാലമൊക്കെ എത്രയോ മധുരതരമായ കാഴ്ചകൾ ഇപ്പോഴും ഞാൻ കണ്ട് അത് എൻ്റെ കൺമുമ്പിൽ ഇപ്പോൾ നിറയുകയാണ്. കോളേജിലെ പ്ലാവ് അധികം ഭംഗിയായിട്ട് വാസു സാറിൻ്റെ ഓർമ്മകൾ നിലനിർത്തിയിട്ട് വാസു സാറ് ഒരു വലിയ പ്രതിനിധിയാണ്. അത് ഇവിടുത്തെ സാധുക്കളായ ജനങ്ങളുടെ സംഗീതജ്ഞരായിട്ടുള്ളവരുടെയും സാധു ജനങ്ങളുടെയും അതുപോലെ തന്നെ വിദ്വാൻമാരുടെയും ഒക്കെ തന്നെ വലിയ പ്രതിനിധിയാണ് നെയ്യാറ്റിൻകര വാസു സാറ്. അദ്ദേഹം